ഞാൻ അറിഞ്ഞല്ലോ അവര് വന്ന് എഴുതിക്കൊണ്ട് പോകത്തുള്ളൂ, അളക്കത്തൊന്നും ഇല്ലെന്ന്. അല്ല വടക്കത്തെ വസ്തുവേ പല്ലാരിമംഗലത്ത് അവര് റീസർവേക്കാര്, ഗവൺമെന്റിൽ നിന്ന് റീസർവേക്കാര് വന്ന് എല്ലായിടവും നോക്കി പോത്തേ ഉള്ളൂ, അല്ലാതെ അളക്കുകയും പിടിക്കുകയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുന്ന കേട്ട്. അങ്ങനെ കൊടുക്കേണ്ട എന്തുവാ, അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്തുവാ? കരം കൊടുത്ത പ്രമാണം എന്റെ കയ്യിലില്ലയോ? പ്രമാണം എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വരുന്നത്? പ്രമാണം എന്റെ കയ്യിൽ ഇരിക്കും. അത്രേ ഉള്ളെന്ന് എന്നോട് അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു. അല്ലാതെ അളക്കത്തൊന്നുമില്ല, അവരെല്ലായിടവും നോക്കി കണ്ട് അവരുടെ ഈ സ്കെച്ചും പ്ലാനും ഉണ്ട്, അതനുസരിച്ചെല്ലാം നോക്കി കണ്ട് പോത്തേ ഉള്ളെന്ന്. അതെന്തിനാ അറിയുന്നത്? അവിടെ ആൾക്കാരൊക്കെ ഇല്ലയോ? അവിടുത്തെ മെമ്പറും ഒക്കെ പറഞ്ഞു, അവിടുത്തെ മെമ്പർ വരെയും പറഞ്ഞു. പിന്നെ എന്തുവാ അനിയത്തി എന്ന് പറയുന്നവളോട് പറഞ്ഞോ? അവർക്കെന്തോ കണ്ടവരുടെയൊക്കെ വസ്തുവിനോട് ഇത്ര ആഗ്രഹം. എന്റെ വസ്തു ഒക്കെ കണ്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. എന്റെ വസ്തു ഒന്നും കണ്ടവർക്ക് കൊടുക്കാനില്ല. ഞാൻ പിന്നെ ഇവിടെ പോകും വസ്തു വാങ്ങിക്കാൻ. എൻ്റെ വസ്തു ഒന്നും കണ്ടവർക്ക് കൊടുക്കാനില്ല. ഞാൻ ഓലകെട്ടി തമ്മിനതാ എന്തുവാ കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാനും ഓലകെട്ടി മേലത്തി വരും. എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വസ്തുവാണ്, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയുള്ള സ്ഥലമാണ്. അത് അവിടെ കിടക്കട്ടെ, എന്താ കിടന്നാൽ. അതേ പറഞ്ഞേ. എൻ്റെ അച്ഛൻ എനിക്ക് ഓലകെട്ടിയിലുള്ളത് എനിക്കും പന്തളത്തുള്ളത് അവക്കും കൊടുത്തത്. ഓലകെട്ടിയിലുള്ളത് കണ്ടവർക്കാർക്കും കൊടുത്തില്ലേ. ഓലകെട്ടിയിലുള്ള വസ്തുവല്ല എൻ്റേതാ, അല്ലാതെ ഓലകെട്ടിയിലുള്ള വസ്തുവിനൊന്നും ആരും. ഞാൻ പറഞ്ഞോ അവരിങ്ങനെ ചോദിച്ചു, അത് അവര് വഴിയെ ചോദിച്ചു. വഴി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ വഴി കഴിച്ചില്ല. വഴി തന്നാ പിന്നെ വസ്തുവിന്റെ വീതി ഞാൻ പോകും കളിച്ചില്ലെന്ന് പറഞ്ഞു. എനിക്കിപ്പോ പോകുന്നെങ്കിൽ ഈ വഴിക്ക് വീതി കൂടിയപ്പം അവർ കവിതയോട് പോകും. വഴി വേണമെങ്കിൽ അവർക്ക് എന്തോ മറ്റവരുടെ ഹരീഷോ എന്തോ അവരുടെ പ്ലാമൂട്ടിത്തക്കല്ല എന്തോ അവരുടെ വീട്ടുപേരെന്തുവാ മറ്റവൻ എന്തുവാ ആ റോഡിന്റെ അടുത്തുള്ളവരുടെ വീട്ടുപേരെന്തുവാ? ഇതില് കണ്ടല്ലൂരിൽ നിന്ന് കെട്ടിയ ഒരുത്തരുണ്ടല്ലോ, അവന്റെ വസ്തു ഒക്കെ ഉണ്ടല്ലോ. അവന്റെ വസ്തു കൊണ്ട് വാങ്ങിച്ച് നികത്താൻ പറ. എന്റെ വസ്തു വേണോന്ന് ഇത്ര നിർബന്ധം എന്തുവാ? അല്ലല്ല, കണ്ടല്ലൂരിൽ നിന്നൊരു കോടതി ജോലിയുള്ള ഒരുത്തിയെ കെട്ടിയവനുണ്ടല്ലോ, അവന്റെ വീട്ടുകാരുടെ വസ്തു ഉണ്ടല്ലോ, നമ്മുടെ വസ്തുവിന്റെ എന്റെ വസ്തുവിന്റെ വടക്കേ വശത്ത് ഒരു പെൺപിള്ളെ കിട്ടിയല്ലോ. ബിജു പി എന്ന് പറയുന്നവന്റെ എന്തുവാ ബന്ധുവിന്റെ ബിജു പി എന്ന് പറയുന്നവന്റെ എന്തുവാ അവിടെ പേര് ശോഭ എന്ന് പറയുന്നവിടെ അടുത്ത് താമസിക്കുന്ന ഒരു പെൺപിള്ളെ കെട്ടിയ ഒരുത്തൻ ഇല്ലയോ അവിടെ? ഹരീഷ്. പള്ളിക്കൂടത്തിലെ അവനുണ്ടല്ലോ. എന്തോ എന്റെ വസ്തു വേണോന്ന് ഇത്ര നിർബന്ധം? ഏതൊക്കെ എന്റെ വസ്തു വേണോ